ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമാണ് പൊതുവെ സ്ത്രീകളും പുരുഷന്മാരും അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൽ പലർക്കും ഇത് അറിയില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. അതായത് പലർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മൾ സ്നേഹിക്കുന്ന പുരുഷൻ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് നമ്മളെ ഒരുപാട് ഇഷ്ടമാണ്, ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത്. അത് പലർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പലരും ചോദിക്കുന്നുണ്ടാവുക. അതായത് അവർ സ്നേഹിക്കുന്ന ആൾക്ക് അവരോട് ശരിക്കും ഇഷ്ടമുണ്ടോ ഇല്ലേ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ സംശയമുള്ള ആളുകൾ, അതായത് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ പുരുഷന്മാർ പൊതുവെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി, അതായത് അവർ സ്നേഹിക്കുന്ന സ്ത്രീക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ നമുക്ക് ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടാണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലിസണിങ് ആണ്, കേൾക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കൂടുതലായിട്ടൊന്നും ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം വരുന്നില്ല എന്ന് തോന്നുന്നു. അവർ എത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾ പറയുന്നത് അവർ കേട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് ചുമ്മാ കേൾക്കുകയല്ല, ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കും. ദെൻ ഇപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എന്തെങ്കിലും സൊല്യൂഷനും കാര്യങ്ങളും പറഞ്ഞു തരുന്നുള്ളതാണ്. ഇനിയിപ്പോൾ അഥവാ പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും അത് കേട്ടിരിക്കാനുള്ള മനസ്സ് അവർ കാണിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ചിലപ്പോൾ അവർക്ക് വർക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്തൊക്കെയുണ്ടെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാനായിട്ട്, നിങ്ങൾക്ക് തരാനായിട്ട് യാതൊരു മടിയും അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് ശ്രദ്ധയോടുകൂടി താല്പര്യത്തോടുകൂടി കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എടുക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ത്യാഗങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. അതായത് സാക്രിഫൈസ് ചെയ്യാനായിട്ട് യാതൊരു മടിയും ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പലർക്കും ഉള്ളൊരു പ്രശ്നം ഇതന്നെയാണ്. ഇപ്പം എന്തെങ്കിലും കാര്യത്തിൽ ഒന്ന് ത്യാഗം ചെയ്യണം, മീൻസ് അതായത് എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടമാക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പലരും അതിന് തയ്യാറാവാറില്ല എന്നുള്ളതാണ്. മീൻസ് എല്ലാവരും അവനവൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നഷ്ടപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പലർക്കും അതിന് കഴിയാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കാനുണ്ടാവുക. ഇപ്പോൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് ഇവരുടെ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇപ്പം അവർക്ക് കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നഷ്ടമാക്കേണ്ടതായിട്ട് വരും എന്നുണ്ടെങ്കിൽ അതിന് ഇവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ മേ ബി ഇവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വന്നിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ നാട്ടിൻപുറം ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം. സോ നിങ്ങൾ ഇങ്ങനെ വീടുമായിട്ട്, അതായത് വീടും കുടുംബവുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡി ആണെങ്കിൽ ഇവർക്ക് ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടാവുക മേ ബി പുറത്തുനിന്നായിരിക്കും. സിറ്റിയിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ജോലി ചെയ്യേണ്ട ആളൊക്കെ ആണെങ്കിൽ ആ ജോബ് വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കാം. ഇങ്ങനെ തന്നെ ആവണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഈ ഒരു ജോലിയുടെ കാര്യം തന്നെ ആയിരിക്കണം എന്നല്ല, ഇത്തരത്തിൽ പലതും അവർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ നല്ലതിന് വേണ്ടി, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ത്യാഗങ്ങൾ സഹിക്കാനായിട്ട് യാതൊരു മടിയും ഇവർ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ആത്മാർത്ഥ സ്നേഹത്തിന്റെ മറ്റൊരു സൈൻ ആയിട്ട് എടുക്കാം. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് ആൻഡ് എൻകറേജ് ആണ്. അതായത് നിങ്ങളെ പിന്തുണയ്ക്കുകയും അതേപോലെ തന്നെ നിങ്ങൾ എൻകറേജ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ഇപ്പം എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ആ വിഷമങ്ങൾ മാറ്റാൻ ഇവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ദെൻ എൻകറേജ് ചെയ്യുന്നുണ്ടായിരിക്കും. ഏതൊരു കാര്യത്തിനാണെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുമെന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ വളരെയധികം മനസ്സ് കാണിക്കുന്ന ആളുകളായിരിക്കും ഇത്തരത്തിൽ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷന്മാർ എന്നുള്ളതാണ്. സോ ഇങ്ങനെ അവർ നിങ്ങളെ എൻകറേജ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്നേഹത്തിന്റെ മറ്റൊരു സൈനായിട്ട് എടുക്കാം. സോ ഇത് പുരുഷന്മാർ പൊതുവെ അവർ ഒരുപാട് സ്നേഹിക്കുന്ന സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന മറ്റൊരു രീതിയിലുള്ള കെയർ ആയിട്ട് നമുക്ക് കാണാം. ഇനി നമ്മളുടെ നാലാമത്തെ സൈൻ എന്ന് പറയുന്നത് ഇവർ നിങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യുകയും അതേപോലെ തന്നെ നിങ്ങൾ കെയർ ചെയ്യും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ പാചകം ചെയ്യാനായിട്ട് ഇവർ നല്ല ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അത്ര വലിയ കുക്കിംഗ് ഒന്നും അറിയണ്ടാവില്ല, എങ്കിൽ പോലും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യം കാണിക്കുക അല്ലെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് അവരുടെ ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെ പോലും നിങ്ങളോടുള്ള കെയറും സ്നേഹവും കാണിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കുക്കിംഗ് തന്നെ നമുക്ക് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അധികം അങ്ങോട്ട് കുക്ക് ചെയ്യാനൊന്നും അറിയാത്ത ആളുകളൊക്കെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ ചിലപ്പോൾ സൺഡേയിലൊക്കെ അവർക്ക് ലീവുള്ള ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കുഞ്ഞു വിഭവമാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ടാവും. അതുപോലെ നമുക്കിന്ന് എന്ത് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കൂടുന്നുണ്ടാവും. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് സ്നേഹമുള്ള ആളുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കുക്ക് ചെയ്ത് തരികയും അതേപോലെ തന്നെ അവർ വളരെ ചെറിയ രീതിയിലൊക്കെ നിങ്ങളോട് സ്നേഹം കാണിക്കുക. ചെറിയ രീതി എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളൊന്നും ആവണമെന്നില്ല. പക്ഷേ ഉള്ളിൽ ഒരുപാട് സ്നേഹമുള്ള ആളുകളൊക്കെ ചെറിയ ചെറിയ രീതിയിലെങ്കിലും ആ സ്നേഹം പുറത്ത് കാണിക്കുന്നുള്ളതാണ്. സോ അവരുടെ പ്രവൃത്തിയിൽ നമ്മൾ ഒരുപാട് കെയർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ
അവിടെയും നമുക്ക് പറയാനുള്ളത് അവർ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതും പുരുഷന്മാർ ഒരുപാട് സ്നേഹിക്കുന്ന സ്ത്രീകളോട് ചെയ്യുന്ന മറ്റൊരു രീതിയിലുള്ള ഒരു സ്നേഹപ്രകടനമാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവർ പുതിയ ഓർമ്മകൾ അല്ലെങ്കിൽ പുതിയ അനുഭവങ്ങളൊക്കെ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ട്രിപ്പ് പോവുക എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളെ കൂട്ടിയിട്ട് നിങ്ങളിപ്പോൾ ഭാര്യയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് പുറത്ത് പോകാനൊക്കെ അവർ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഭാര്യയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കുറച്ച് ദിവസത്തെ ട്രിപ്പൊക്കെ ആയിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അതായത് നിങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കണം, നിങ്ങളുമായിട്ട് നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കണം, ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അവർ കുറേ ട്രൈ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ പുതിയ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അതായത് ഓർമ്മകൾ, നല്ല മനോഹരമായ ഓർമ്മകളിലൊക്കെ സൃഷ്ടിക്കുക എന്നൊക്കെ പറയുന്നത് അവരൊരുപാട് താല്പര്യം കാണിക്കുകയും അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെയും അവരുടെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് പറയാം അവർ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു 5 സൈനുകൾ ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷൻ നിങ്ങളോട് തിരിച്ചു കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞ രീതിയിലൊക്കെ അവർ നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമാണ്. ഈ പറഞ്ഞതൊക്കെ പുരുഷന്മാർ അവരൊരുപാട് സ്നേഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അവരുടെ ഏറ്റവും വലിയ പ്രയോറിറ്റിയിലുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ തരുന്നുണ്ട്, അത്രയും സ്നേഹം നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇങ്ങനെയൊക്കെ അവർ പെരുമാറുകയാണെങ്കിൽ തിരിച്ചും അതേപോലെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരാൾ മാത്രം മുൻകൈ എടുത്താൽ പോലെ 2 പേരും മുൻകൈ എടുക്കണം. അപ്പൊ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളും അതേപോലെ തന്നെ തിരിച്ച് സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്